ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് PF മാത്യൂസ് എഴുതിയ അടിയാളപ്രേതം എന്ന നോവലിനെ കുറിച്ചാണ്. കാലം കടന്നുപോയ വഴികളിൽ ചോര ചിതറിക്കിടക്കുന്നത് കാണാം. വഞ്ചിക്കപ്പെട്ട, ദ്രോഹിക്കപ്പെട്ട മനുഷ്യരുടെ ചോര. അങ്ങനെയുള്ള രണ്ട് മനുഷ്യരുടെ കഥയാണ് അടിയാളപ്രേതമെന്ന് ചുരുക്കി പറയാം. നൂറ്റാണ്ടുകളുടെ അകലത്തിൽ കൊല്ലപ്പെട്ട കാപ്പിരിക്കും കുഞ്ഞുമാക്കോതയ്ക്കും ഒരേ മുഖമായിരുന്നു, നിസ്സഹായനായ അടിയാളന്റെ മുഖം. തന്റെ മേലാളന്റെ പിൻഗാമികൾക്കായി നിധി കാക്കാനായി അയാളുടെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെട്ട് പിന്നീട് കാപ്പിരി മുത്തപ്പനായി മാറിയ കാപ്പിരിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അടിയാളപ്രേതം തുടങ്ങുന്നത്. അതിന്റെ യാത്ര കാലത്തിന്റെ ഇങ്ങേ തലയ്ക്കിൽ എത്തി നിൽക്കുമ്പോൾ കുഞ്ഞുമാക്കോതയിലൂടെയും അച്ചമ്പി മാപ്പിളയിലൂടെയും ചരിത്രം ആവർത്തിക്കുന്നു. അച്ചമ്പി മാപ്പിളയുടെയും കുഞ്ഞുമാക്കോതയുടെയും കഥ നടക്കുന്നത് 1950കളിലാണ്. കഥയുടെ കേന്ദ്രബിന്ദുവായ കുഞ്ഞുമാക്കോത അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ആത്മാക്കളുടെ പുരോഹിതനായിരുന്നു. ഭാര്യയായ ചീരയെയും 2 മക്കളെയും ജീവനിലേറെ സ്നേഹിച്ച കുഞ്ഞുമാക്കോതയ്ക്ക് തന്നെ ജാതിപ്പേര് ചേർത്ത് വിളിക്കാത്ത, തോളിൽ കൈയിട്ട് നടക്കുന്ന, തന്റെ കുറ്റബോധങ്ങളിൽ കുഞ്ഞുമാക്കോതയ്ക്ക് മുൻപിൽ വാവിട്ട് നിലവിളിക്കുന്ന, സ്വന്തം പറമ്പിൽ അയാൾക്ക് കുടിൽ വെച്ച് നൽകിയ അച്ചമ്പി മാപ്പിളയോടുള്ള നിസ്സീമമായ കൂറിന് പകരം നൽകേണ്ടി വരുന്നത് സ്വന്തം ശിരസാണ്. ഇടനെഞ്ചിൽ കത്തിയേറ്റുവാങ്ങിയ കാപ്പിരിമുത്തപ്പൻ കാവൽ നിൽക്കുന്ന നിധി സ്വന്തമാക്കാനായി ഏതാണ്ട് അതേ മട്ടിൽ തന്നെ കുഞ്ഞുമാക്കോതയെ കരുവാക്കുകയാണ് അച്ചമ്പി മാപ്പിള ക്രൂരമായി. എത്ര കണ്ട് സ്നേഹിച്ചാലും സമയമെത്തിയാൽ അടിയാളനെ ഇല്ലാതാക്കാൻ യാതൊരു മടിയുമില്ലാത്ത മനുഷ്യരാണ് കാപ്പിരിയെ ഇല്ലാതാക്കിയ സായിപ്പിനെയും അച്ചമ്പി മാപ്പിളയെയും പോലെയുള്ള കപട മനുഷ്യർ. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത്, രണ്ടുപേരും അവരവരുടെ കാലങ്ങളിലെ ചട്ടക്കൂടുകൾക്ക് പുറത്തു നിൽക്കുന്നവരായിരുന്നു. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും അച്ചമ്പി മാപ്പിളയെ നമ്പരുതെന്ന് കുഞ്ഞുമാക്കോതയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ അത് കൈക്കൊള്ളാൻ അശക്തനാണ് അയാൾ. അതിന്റെ ഫലമായാണ് അയാളും കുടുംബവും ഇല്ലാതാകുന്നത്. ചരിത്രവും മിത്തും കൂടിക്കലർന്ന് 3 കാലങ്ങളിലായി പരന്നു കിടക്കുന്ന കഥ മുന്നോട്ടു പോകുന്നത് പ്രധാനമായും 2 പേരുടെ അന്വേഷണങ്ങളിലൂടെയാണ്. ആദ്യത്തേത് സ്റ്റേഷനിൽ പുതിയതായി ചാർജ് എടുക്കാനെത്തുന്ന SI ഉണ്ണിച്ചക്കന്റെയും രണ്ടാമത്തേത് ഉണ്ണിച്ചക്കൻ കാണാതായതിനു ശേഷം CI ബെഞ്ചമിന്റേതും. ഉണ്ണിച്ചക്കന്റെ അന്വേഷണം കഥകളിലും മിത്തുകളിലും കൂടിയാണ് മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ യുക്തിചിന്ത കൊണ്ട് കാര്യങ്ങളെ ഉറ്റുനോക്കേണ്ടതില്ല എന്ന സൂചന അയാൾ ആദ്യമേ തന്നെ CI ബെഞ്ചമിനും നമ്മൾ വായനക്കാർക്കും തരുന്നുണ്ട്. അയാൾക്ക് വേണ്ടി കഥകളുടെയും ചരിത്രങ്ങളുടെയും ഭാണ്ഡക്കെട്ട് തുറക്കുന്നത് കറുപ്പൻ എന്ന കഥാപാത്രമാണ്. ഉണ്ണിച്ചക്കനെ പോലെ തന്നെ കഥകളോടാണ് കറുപ്പനും കൂറ്. CI ബെഞ്ചമിന്റെ അന്വേഷണം ഉണ്ണിച്ചക്കൻ അയാൾക്ക് വേണ്ടി തെളിച്ച വഴിയിലൂടെയായിരുന്നു എന്ന് പറയാം. യുക്തിപൂർവം കാര്യങ്ങളെ കാണുന്ന ബെഞ്ചമിന് ഉണ്ണിച്ചക്കന്റെ കാര്യത്തിൽ അത് എടുത്തു കളയേണ്ടതായി വരുന്നത് കാണാം. നിലനിന്നിരുന്നതിന് യാതൊരു തെളിവുമില്ലാത്ത ഒറ്റയടിക്ക് അപ്രത്യക്ഷനായ ഉണ്ണിച്ചക്കന്റെ കാര്യത്തിൽ അതാണ് ഉചിതമെന്ന് അയാൾ തിരിച്ചറിയുന്നുണ്ട്. ഉണ്ണിച്ചക്കനും ബെഞ്ചമിനും നടത്തുന്നത് പതിവ് രീതിയിലുള്ള അന്വേഷണമല്ല. കുറ്റകൃത്യം തെളിയിക്കുക എന്നതോ കുറ്റവാളിയെ കണ്ടെത്തുക എന്നതോ അല്ല ആ അന്വേഷണങ്ങളുടെ ലക്ഷ്യം. അതിനും അപ്പുറത്തേക്ക് ആത്മാന്വേഷണങ്ങളുടെ ചുവയുണ്ട് അതിന്. എഴുത്തുകാരനും കഥാപാത്രങ്ങളും മാറി മാറിയാണ് വായനക്കാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉണ്ണിച്ചക്കന്റെ കഥാപാത്രം പകുതി വഴിയിൽ അപ്രത്യക്ഷനാകുമ്പോൾ CI ബെഞ്ചമിനെ പോലെ നമ്മളും പകച്ചു ചോദിക്കുന്നു, ആരായിരുന്നു ഉണ്ണിച്ചക്കൻ? എന്തായിരുന്നു കുഞ്ഞുമാക്കോതയുടെ ജീവിതത്തിൽ അയാളുടെ താല്പര്യം? അവിടെ നിന്നങ്ങോട്ട് അടിയാളപ്രേതത്തിന്റെ 2ാം ഭാഗത്തിന്റെ വായന തുടങ്ങുകയാണ്. ഇരുണ്ട അന്തരീക്ഷത്തിൽ വികസിക്കുന്ന കഥ നേർരേഖയിലല്ല മുന്നോട്ടു പോകുന്നത്. കഥാപാത്രങ്ങൾ കാലഘട്ടങ്ങളുടെ അതിർത്തികളെ ഭേദിക്കുന്നതും കാണാം. ഈ കഥയിൽ നാം കണ്ടുമുട്ടുന്ന പല കഥാപാത്രങ്ങളും എന്തെങ്കിലുമൊക്കെ കഥകൾ പറയാനുള്ളവരാണെന്ന് കാണാം. മനുഷ്യ കപടതയെ ചോദ്യം ചെയ്യുകയാണ് അച്ചമ്പി മാപ്പിളയിലൂടെ എഴുത്തുകാരൻ. നോവലിലെ കുഞ്ഞിരാമനെയും കുഞ്ഞുണ്ണിയെയും പോലെയുള്ള നീച മനുഷ്യർ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ള വസ്തുത ഈ വായന നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മികച്ച വായനാനുഭവം നൽകുന്ന പുസ്തകമാണ് അടിയാളപ്രേതം. മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പുസ്തകത്തിൽ S. ഹരീഷിന്റെ ഗംഭീരമായൊരു അവതാരികയുണ്ട്. നിങ്ങൾ ഇതുവരെയും ഈ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വായിക്കാൻ ശ്രമിക്കുക. വളരെ നല്ലൊരു പുസ്തകമാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പുസ്തകത്തെക്കുറിച്ചുള്ള അഭിപ്രായം പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. താങ്ക്